ഈ ന്യൂ ലിബറൽ എക്കണോമിക് പോളിസിയാണെങ്കിലും വിദ്യാഭ്യാസ പദ്ധതിയാണെങ്കിലും അതിൽ മൂലധനത്തോടാണ് ഉദാരമായ സമീപനമുള്ളത്. മൂലധനത്തിനെവിടെയും പോവാം, മൂലധനത്തിനെവിടെയും കടന്നു ചെന്ന് പരമാവധി ലാഭം ഉണ്ടാക്കാം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത്. നോം ചോംസ്കിയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം തന്നെ ഈ ന്യൂ ലിബറൽ കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും, പ്രോഫിറ്റ് ഓവർ പീപ്പിൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം. മനുഷ്യർക്ക് മേളിൽ ലാഭത്തെ പ്രതിഷ്ഠിക്കുക. ഇന്ന് അതിനകത്ത് ചെറിയൊരു ഭേദഗതി വരുത്തേണ്ടി വരും. മനുഷ്യനും പ്രകൃതിക്കും മേൽ ലാഭത്തെ പ്രതിഷ്ഠിക്കുക എന്ന് പറയേണ്ടി വരും. കാര്യം മനുഷ്യനെ കണ്ണിൽ ചോരയില്ലാതെ കൊള്ളയടിക്കുന്ന അതുപോലെ തന്നെ പ്രകൃതിയാണ് മനുഷ്യൻ. ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ്റെ പ്രയോഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിത സമാപിക്കുന്നത് നമ്മൾ ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി എന്നാണ്. നമ്മൾ ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മളാണ് ഈ ഭൂമി. അപ്പോൾ ജയിക്കേണ്ടത് നമ്മൾ മനുഷ്യൻ മാത്രമല്ല, മനുഷ്യനും ഭൂമിയും കൂടെ ചേർന്നിട്ടാണ്. അതൊന്നും ഈ നവ ഉദാരവൽക്കരണത്തിൻ്റെ കാലത്ത് മൂലധനത്തിന് സർവതന്ത്ര സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ മൂലധനം മനുഷ്യനെ കണ്ണിൽ ചോരയില്ലാതെ ചൂഷണം ചെയ്താലും പ്രശ്നമില്ല, പ്രകൃതിയെ കണ്ണിൽ ചോരയില്ലാതെ ചൂഷണം ചെയ്താലും പ്രശ്നമില്ല. ലോകത്തെ ശാസ്ത്രജ്ഞന്മാരും രാഷ്ട്രതന്ത്രജ്ഞന്മാരും എല്ലാം കൂടി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു പാരീസ് കരാറുണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പോൾ പാരീസ് കരാറിൽ നിന്ന് പിന്മാറി. ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള അപര്യാപ്തമായൊരു പദ്ധതിയാണ് പാരീസ് കരാർ. ഏറ്റവും മാതൃകാപരമല്ല, എന്നാലും ലോകരാജ്യങ്ങൾ കൂട്ടായിട്ട് പ്രവർത്തിക്കണം ഈ ഭൂമിയുടെ ഭാവി സംരക്ഷിക്കാൻ. അതിന് പിന്മാറുകയാണ് ട്രംപ്. അപ്പം എവിടെയും ഭൂമിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മൂലധനത്തിന് സർവതന്ത്ര സ്വാതന്ത്ര്യം. മൂലധനത്തിന് എന്തിനാണ് സർവതന്ത്ര സ്വാതന്ത്ര്യം? ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എവിടെ പോയും ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇവിടെ അടിയന്തരമായി നമുക്കൊരു ചോദ്യം ചോദിക്കാം. എല്ലാത്തിനും ഈ സർവതന്ത്ര സ്വാതന്ത്ര്യം ഇവർ അനുവദിക്കുമോ? മൂലധനത്തിന് സർവതന്ത്ര സ്വാതന്ത്ര്യമുണ്ട്. മൂലധനത്തിന് എവിടെ നിന്നും എവിടേക്കും പോകാം, നാഷണാലിറ്റി ഒന്നും പ്രശ്നമല്ല. ഏത് ദേശത്തിൻ്റെ മൂലധനത്തിന് എവിടെയും പോയി ചൂഷണം ചെയ്യാം. മൂലധനത്തിന് നൽകുന്ന അങ്ങനെ സ്വാതന്ത്ര്യം അപ്പം മനുഷ്യന് നൽകണ്ടേ? മനുഷ്യന് എവിടെയും പോകാവോ? വിസ വേണം. അപ്പോൾ മൂലധനത്തിന് വിസ വേണ്ട, മനുഷ്യന് വിസ വേണം. ഇപ്പം അമേരിക്കയിൽ നിന്ന് കൂട്ടത്തോടു കൂടി ആളുകളെ പിടികൂടി പുറത്തയക്കുന്ന പരിപാടി തുടങ്ങിയിരിക്കുന്നു. അപ്പം ഈ നവലിബറൽ കാലത്തെ വിദ്യാഭ്യാസം എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഈ നവലിബറലിസത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തിക ശാസ്ത്ര ദാർശനിക സമീപനം എന്താണ്? അതിനകത്ത് നമുക്ക് വ്യക്തത വേണം. ഈ നവലിബറൽ അപ്രോച്ച് മൂലധനത്തിൻ്റെ ചൂഷണ സ്വാതന്ത്ര്യത്തിനാണ് ഉദാര സമീപനം. പുതിയ ചൂഷണ മാതൃകകൾ പ്രയോഗിക്കാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും ചൂഷണത്തിന് വേണ്ടി ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാലത്ത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് കീഴിൽ 2020 പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2020 ദേശീയ വിദ്യാഭ്യാസ നയവും അത് വിമർശന ദൃഷ്ടിയോടും സൂക്ഷ്മദൃഷ്ടിയോടും കൂടിയല്ല നിങ്ങൾ വായിക്കുന്നതെങ്കിൽ ഇത് കൊള്ളാമല്ലോ എന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് വിഷലിപ്തമായ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു കൂട്ടർ, അവരുടെ ആ പദ്ധതിക്ക് നൽകിയിട്ടുള്ള പേരെന്താണ്? കൾച്ചറൽ നാഷണലിസം എന്നാണ്, സാംസ്കാരിക ദേശീയത എന്നാണ്. ഹിറ്റ്ലർ ഓഷ്വിറ്റ്സിൽ നടത്തിയ വലിയ കെട്ടിടങ്ങളിൽ ഇതിൻ്റെ ഭീതി പരത്തുന്നതാണെങ്കിൽ പോലും നിങ്ങൾ കേരളത്തിലായതുകൊണ്ട് സ്വസ്ഥമായി കേൾക്കൂ എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ജനലുകളും എല്ലാ വാതിലുകളും അടച്ചിട്ട് വിഷവാതകം ഈ മുറിയിലേക്ക് കടത്തിവിട്ടാൽ 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളെല്ലാം കൂട്ടത്തോടുകൂടി മരിച്ചു പോകും. നമുക്കത് വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്യാം. പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യർ പിടഞ്ഞു മരിച്ചു.
ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ. അതിൽ ഏറ്റവും ക്രൂരമായ പാതകം നടന്ന സ്ഥലമാണ് ഓഷ്വിറ്റ്സ്. ആ പദ്ധതി നടപ്പാക്കിയ ഹിറ്റ്ലർ ആ പദ്ധതിക്ക് ജനങ്ങളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരണം. ജനങ്ങളുടെ പിന്തുണ നേടാൻ വേണ്ടി രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ്? ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യലിസം ഉണ്ട് ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേരിൽ, തൊഴിലാളികളുണ്ട്. ആ പാർട്ടിയാണ്. നമ്മുടെ രാജ്യത്തും ഒരു പാർട്ടി അതിൻ്റെ പേരെല്ലാം മാറ്റി ഒരു ഘട്ടത്തിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ആ പാർട്ടി പറഞ്ഞു ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ പരിപാടി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്, ജനുവരി 30. ഗാന്ധിയൻ സോഷ്യലിസമാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര പരിപാടി എന്ന് പറഞ്ഞ പാർട്ടി, ആ പാർട്ടിയുടെ പേര് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി. ഇന്ത്യയിൽ ഉള്ളൊരു പാർട്ടിയാണ്, പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി. അപ്പം ഇങ്ങനെ അവകാശപ്പെടുന്നതും പറയുന്നതും മാത്രം നോക്കി നമ്മൾ തീരുമാനങ്ങളിൽ എത്തരുത് എന്ന ഈ ചർച്ച എവിടെ നിന്നാണ് തുടങ്ങിയത്? ഈ ദേശീയ വിദ്യാഭ്യാസ നയം അത് ഒറ്റനോട്ടത്തിൽ ഉദാസീനമായി വായിച്ചു പോയാൽ സ്വീകാര്യമെന്ന് തോന്നുന്ന പല ആശയങ്ങളും അതിനകത്തുണ്ട്. എന്തൊക്കെയാണ് അത്തരം ആശയങ്ങൾ? അവിടെ നിന്ന് തുടങ്ങാം. ഒന്ന്, ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ചട്ടക്കൂടിനുള്ളിലേക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. നല്ല കാര്യമല്ലേ? ആർക്കും നല്ല കാര്യമല്ലെന്ന് പറയാൻ പറ്റുക? ഇപ്പം അങ്കണവാടികളും ഒക്കെ കളിയും പാട്ടും അല്പം പാലും മുട്ടയും ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടികളെ പകൽ സമയത്തിരുത്തി ചെറിയ പഠന പരിപാടി നടക്കുന്നുണ്ട്. അത് ദേശീയ വിദ്യാഭ്യാസ നയ പദ്ധതിക്കുള്ളിൽ ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കൂടി, പ്രീപ്രൈമറി വിദ്യാഭ്യാസം കൂടി കൊണ്ടുവരുമ്പോൾ അത് നല്ലൊരു ചുവടുവയ്പ്പല്ലേ, ധീരമായൊരു ചുവടുവയ്പ്പല്ലേ എന്ന് തോന്നും. പക്ഷേ അതിനൊരു ഫണ്ടും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇനി പറഞ്ഞു വരുമ്പോൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി വലിയ വലിയ അവകാശവാദങ്ങൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയപരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം വിദ്യാഭ്യാസ രംഗത്ത് വേണം എന്നതിൽ പറയുന്നുണ്ടെങ്കിൽ ആ നിക്ഷേപം എവിടെ നിന്നാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപമില്ല. ഗവൺമെൻറ്റിൻ്റെ നിക്ഷേപം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി. ഫിലാന്ത്രോപ്പിക് കോൺട്രിബ്യൂഷൻ, അതായത് സമൂഹത്തിൽ നന്മയുണ്ടാകാൻ വേണ്ടി സമ്പന്നർ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചെലവിടുന്ന സമ്പ്രദായം അത് യൂറോപ്പിലെല്ലാം വളരെ പ്രബലമായിട്ടുണ്ട് കേട്ടോ. അത് ശരിക്കും പ്രവർത്തിക്കുകയാണെങ്കിൽ. ഇന്ത്യയിലത് മറ്റു രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാര്യങ്ങളെല്ലാം കണ്ടുമറിഞ്ഞും പറഞ്ഞു പോകണമല്ലോ. അസിം പ്രേംജി ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് നിക്ഷേപമൊന്നുമില്ല അതിനാണ്. അപ്പോൾ പാശ്ചാത്യ മാതൃകയിൽ ഇവിടെ ചിലർ ഇപ്പോൾ ഏറ്റവും മികച്ച ഇന്ത്യയിൽ ലോക മാതൃകയിലുള്ള സർവകലാശാലകളെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അംബാനി കുമാരമംഗലം ബിർള പദ്ധതി പ്രകാരം തുടങ്ങിയ പ്രഖ്യാപിക്കപ്പെട്ട മാതൃകാ സർവകലാശാലകളിലൊന്ന് അംബാനിയുടെ സർവകലാശാലയായിരുന്നു. പക്ഷേ അതിനൊരു കല്ല് പോലും വെച്ചിരുന്നില്ല. 5 സെൻറ്റ് സ്ഥലം പോലും ആ സർവകലാശാലയ്ക്ക് വേണ്ടി വാങ്ങാതിരുന്നപ്പോഴാണ് ആ സർവകലാശാലയെ ഇന്ത്യയിലെ ലോകോത്തര സർവകലാശാലകളിൽ ഒന്നായിട്ട് തീരുമാനിച്ചതെന്നുള്ളത് നമുക്ക് ഓർമ്മയുണ്ട്. നമ്മളത് കുറേ പറഞ്ഞതാണ്. ഇപ്പം മറന്നുപോയി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ചില പ്രവർത്തനങ്ങളും പൊടിക്കൈകളും നരേന്ദ്രമോദി ഭരണത്തിന് കീഴിൽ ഇവർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് പദ്ധതിക്ക് വളരെ വിപുലമായൊരു ക്യാൻവാസ് ഈ പദ്ധതിയുടെ ഭാഗമായി ഞങ്ങൾ ഏറ്റെടുക്കാൻ പോവുകയാണെന്നുള്ള അവകാശവാദമുണ്ടെങ്കിലും അതിനുള്ള യാതൊരു ധനവിനിയോഗവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്
ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമങ്ങളുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ വിമർശനം. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് രണ്ടാമത് വരാം. ഘടനാപരമായി കോത്താരി കമ്മീഷൻ 1964-66 പ്രവർത്തിച്ചതാണ്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി പ്രവർത്തകരായിരിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ആധികാരികമായി ആദ്യം മൊത്തം ആഭ്യന്തര ദേശീയ ഉൽപ്പാദനത്തിൻ്റെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കിവെക്കണം എന്ന് 1966 സമർപ്പിച്ച റിപ്പോർട്ടാണ്. ഞാൻ കണക്ക് കൂട്ടാൻ വളരെ മോശമായതുകൊണ്ട് SLCക്ക് ഞാൻ കണക്കിന് എങ്ങനെയാണ് ജയിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. 69-70 കേട്ടോ. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ SLC പരീക്ഷ എഴുതിയെന്നാലും തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കോത്താരി ഈ ശുപാർശ നൽകിയെങ്കിൽ എന്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന 2013-14 ദേശീയ ഉൽപ്പാദനത്തിൻ്റെ GDP ചുരുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, 1% 6% നീക്കിവെക്കേണ്ട സ്ഥാനത്ത് 0.71% മോഡി വന്നു 2014-15 അപ്പോൾ കുറച്ച് വർദ്ധിച്ചേക്കാം അല്ലേ? ഇല്ല, താഴേക്ക് പോവുകയാണ്. 0.71 0.67 ആയിട്ട് മാറി. എൻ്റെ അടുത്തുള്ളത് 2018-19 വരെയുള്ള കണക്കാണ്. അതിനുശേഷമുള്ള കണക്ക് ഞാൻ ശേഖരിക്കാൻ 13-14 0.71 ഉണ്ടായിരുന്നത് 2018-19 ആയപ്പോൾ 0.45 ആയിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. 0.71 6% വേണം എന്ന് പറഞ്ഞ കോത്താരി കമ്മീഷൻ പറഞ്ഞ സ്ഥാനത്ത് നമ്മളെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് 1% താഴെയാണെങ്കിലും വീണ്ടും ഇത് കുറഞ്ഞു പോകുന്നു. ബഡ്ജറ്റ് വിഹിതം, ഈ സ്ഥിതിവിവര കണക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിരസമാണ്. അതുകൊണ്ട് ഞാൻ വേറെ സ്ഥിതിവിവര കണക്കുകൾ എൻ്റെ അടുത്തുണ്ട്, അതൊന്നും ഞാൻ പുറത്തെടുക്കുന്നില്ല. പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ നിക്ഷേപത്തിലൂടെയാണ്, ബഡ്ജറ്റിൽ ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള യാതൊരു നിർദ്ദേശവും നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്തും ഉണ്ടായിട്ടില്ല. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നാം നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ 3C എന്ന് പറഞ്ഞിട്ടാണ് വിശദീകരിക്കാറുള്ളത് അല്ലേ? നിങ്ങളെല്ലാം ഇത് വിശദീകരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത്. കമേഴ്സ്യലൈസേഷൻ, സെൻട്രലൈസേഷൻ, പിന്നെ കമ്മ്യൂണലൈസേഷൻ അല്ലേ? കമ്മ്യൂണലൈസേഷൻ, സെൻട്രലൈസേഷൻ, പിന്നെ കൊമേഴ്സ്യലൈസേഷൻ, കച്ചവടവൽക്കരണം, വർഗീയവൽക്കരണം, കേന്ദ്രീകരണം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണഘടനയിൽ 7th ഷെഡ്യൂളിൽ കേന്ദ്രത്തിന് നിയമനിർമ്മാണാവകാശവും ഭരണനിർവഹണ അവകാശവുമുള്ള വിഷയങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് അസംബ്ലികൾക്ക് നിയമനിർമ്മാണാവകാശവും അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഭരണനിർവഹണ അവകാശവുമുള്ള വിഷയങ്ങൾ 2 ലിസ്റ്റ് വന്നു. ഇനി 1 ലിസ്റ്റും കൂടെ ഉണ്ടല്ലോ, കൺകറന്റ് ലിസ്റ്റാണ്. സമവർത്തി പട്ടിക എന്ന് പറയുന്നതാണ്. സമവർത്തി പട്ടികയ്ക്ക് ഞാനിട്ടിരിക്കുന്ന പേര് കൺകെട്ട് പട്ടിക എന്നാണ്. എന്താ അങ്ങനെ വിളിക്കാൻ കാരണം? കൺകറന്റ് ലിസ്റ്റിൽ, സമവർത്തി പട്ടികയിൽ പെട്ട വിഷയങ്ങളിൽ സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണാവകാശമുണ്ട്, കേന്ദ്ര പാർലമെൻറ്റിനും നിയമനിർമ്മാണാവകാശമുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ തമ്മിലൊരു തർക്കം വന്നാൽ പാർലമെൻറ്റ് നിയമിച്ച നിയമമാണ് പ്രാബല്യത്തിൽ. അപ്പോൾ ഫലത്തിൽ അതാണ് കൺകെട്ട് ലിസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്. ഫലത്തിൽ കേന്ദ്രമാണ്, കേന്ദ്രങ്ങളും സംസ്ഥാനങ്ങളും തമ്മിൽ. ഇങ്ങനെയായിരുന്നു ഭരണഘടനാ നിർമ്മാതാക്കൾ 7th ഷെഡ്യൂൾ ഇങ്ങനെ വിഭാവനം ചെയ്തു. അപ്പോൾ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുമ്പോൾ അന്ന് നിലവിൽ വന്ന ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഏത് പട്ടികയിലായിരുന്നു? സംസ്ഥാന പട്ടികയിലായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ കൺകെട്ട് പട്ടികയിലാണ്, കൺകറന്റ് ലിസ്റ്റിലാണ്. എപ്പോഴാണ് ഇത് കൺകറന്റ് ലിസ്റ്റിൽ വന്നത്? മോഡിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അല്ല, ഇത് ചെയ്തത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്.
ചെയ്ത കാലമോ? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇത് ഞങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും ധ്വംസിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ കൊണ്ടുവന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലാണ് സംസ്ഥാനങ്ങളുടെ 2, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വിദ്യാഭ്യാസം അന്നാണ് കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയത്. വനം പരിസ്ഥിതി വകുപ്പും കൺകറന്റ് ലിസ്റ്റിലേക്ക് പോയത് അന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഭരണഘടന തുരന്തരന്മാരും പണ്ഡിതന്മാരും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത്. പക്ഷെ വിദ്യാഭ്യാസം അന്ന് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറി, സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എടുത്തു മാറ്റി. തെറ്റിപ്പോയി. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും പിടിച്ചു പറിച്ചു എന്നാണ് പറയുന്നത്, എടുത്തു മാറ്റി എന്നല്ല പറയേണ്ടത്. അല്ലേ? ഓരോ വാക്കുകൾക്കൊക്കെ നമ്മൾ അതിൻ്റെ അർത്ഥബോധത്തോടു കൂടി നമ്മൾ വാക്കുകൾ പറയണം. എന്നാൽ ഇപ്പോൾ എന്തായി? സംസ്ഥാന ഗവൺമെൻറ്റുകൾ നോക്കി നടത്തുന്ന സംസ്ഥാന സർവകലാശാലകൾ, സംസ്ഥാന നിയമസഭകൾ ചർച്ച ചെയ്ത് പാസ്സാക്കിയ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകൾ, ആ സംസ്ഥാന സർവകലാശാലകളെ ഫലത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ UGC ചട്ടങ്ങൾ, നോട്ടിഫൈ ചെയ്തിട്ടുള്ള ചട്ടങ്ങൾ. അതിനെതിരായിട്ട് അടുത്ത മാസം ഫെബ്രുവരി മാസം 20-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമ്മേളനം കേരള ഗവൺമെൻറ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അതിലൂടെ യൂണിവേഴ്സിറ്റിക്ക് നേരത്തെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയിലെ സർവകലാശാലകളുടെ പേര്. നമ്മൾ വസ്തുതകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി പോകണം. വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിലായിരുന്നപ്പോഴും ഇന്ത്യയിലെ സംസ്ഥാന സർവകലാശാലകളുടെയും ഒരു മേഖലയുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന് ഏകോപന മേൽനോട്ട അധികാരമുണ്ടായിരുന്നു. എന്തിനാ അത് ശരിയാണോ? കേന്ദ്രം അമിതമായി അധികാരം കവർന്നെടുക്കുന്നുവെന്ന് വിമർശനമുള്ള നമ്മൾ തന്നെ ഇവിടെ UGCക്ക് നൽകപ്പെട്ടിരുന്ന ഏകോപന അധികാരം ന്യായമാണ് എന്ന് അംഗീകരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറായി പോയെന്ന് വരും, മറ്റ് സംസ്ഥാനങ്ങളിൽ തൊഴിൽ തേടിപ്പോയെന്ന് വരും. അപ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം, അവിടുത്തെ സിലബസിൻ്റെ സ്വഭാവം, അവിടുത്തെ മൂല്യനിർണയ സമ്പ്രദായത്തിൻ്റെ നിലവാരം. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിനികൾക്ക് ഡൽഹിയിലെ സർവകലാശാലകളിൽ കൂടുതൽ മെറിറ്റിൽ പ്രവേശനം കിട്ടുന്നു എന്നെല്ലാം ചർച്ച നടന്നിട്ട് അവർ +2 മാർക്കിനെ ആസ്പദമാക്കിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ആണെങ്കിൽ ഡിഗ്രി മാർക്കിനെ ആസ്പദമാക്കിയിട്ടാണ് പ്രവേശനം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവർ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കൂടി നടത്തുന്നുണ്ട്. ഈ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എൻട്രൻസ് എക്സാമിനേഷൻ വെച്ചിട്ടും കേരളത്തിൽ നിന്നുള്ള കുട്ടികൾക്കാണ് കൂടുതൽ പ്രവേശനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൻ്റെ മികവാണ് അവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പം സംസ്ഥാന പട്ടികയിൽ ഉന്നത വിദ്യാഭ്യാസം അടക്കം നിലനിന്നിരുന്ന ഘട്ടത്തിലും സംസ്ഥാന സർവകലാശാലകളുടെ നിലവാരം സംബന്ധിച്ച ഏകോപനത്തിനും അതുപോലെ തന്നെ കോളേജുകളുടെ നാക് അക്രഡിറ്റേഷൻ, അതിനുവേണ്ടി വരും ആളുകൾ. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് തർക്കമില്ല. പക്ഷെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലുകൾ കേന്ദ്രം നിയമിക്കുന്ന സംസ്ഥാന ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർവകലാശാലകളെ ഫലത്തിൽ കേന്ദ്രത്തിൻ്റെ പിടിയിൽ കൊണ്ടുവരിക എന്ന പദ്ധതിയുമായിട്ടാണ് കേന്ദ്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമിത കേന്ദ്രീകരണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ കരട് ചട്ടങ്ങളാണ്. അതിനെതിരായിട്ടുള്ള ജനാധിപത്യ പ്രതിഷേധം വന്നു കഴിഞ്ഞു. പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും അതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. അപ്പം
അമിത കേന്ദ്രീകരണം എന്നത് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്. വർഗീയവൽക്കരണം, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഗോൾവൾക്കറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു അഭിമുഖത്തിലെ അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ഗോൾവൾക്കർ മനസ്സിലായല്ലോ, RSSൻ്റെ പഴയ സർസംഘ് ചാലക് മാധവ സദാശിവ ഗോൾവൾക്കർ അല്ലേ, മുഴുവൻ പേര് MS ഗോൾവൾക്കർ. അദ്ദേഹത്തിൻ്റെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകം, അതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, മതവർഗീയ അധിഷ്ഠിതമായ ഒരു ഹിന്ദു രാഷ്ട്രം, അങ്ങനെ തന്നെ നമ്മൾ കൃത്യമായിട്ട് തന്നെ നിർവചിക്കണം. അല്ലെങ്കിൽ ശരി, ഞങ്ങൾ ഹിന്ദുക്കളായി പോയത് ഞങ്ങളുടെ രാഷ്ട്രം ആയി പോകുന്നതിന് എന്താ കുഴപ്പം എന്നൊക്കെയുള്ള ചോദ്യം വരും. പക്ഷെ ഒരു രാജ്യം, ആ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാവരുടേതുമാണ്, ലോകത്തെ ഏത് രാജ്യവും. അതിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തുള്ളവരെ കുറേ പേരെ വകതിരിച്ചെടുത്ത് ഈ രാഷ്ട്രത്തിലെ പൗരർ, ഈ രാഷ്ട്രത്തിൻ്റെ അവകാശികൾ, മറ്റു കുറേ പേർ അപരർ, ആ അപരരിൽ നിന്നും ആര്യരക്തമുള്ള ജർമ്മൻകാരെ ശുദ്ധീകരിക്കാനാണ് നേരത്തെ നമ്മൾ കണ്ട ഓഷ്വിറ്റ്സിലും മറ്റും നടന്ന വംശഹത്യ നടത്തിയത്. ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് നമുക്ക് മാതൃകയാണ് എന്ന് വളരെ കൃത്യമായി ഗോൾവൾക്കർ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസവുമായിട്ട് ഇതിനുള്ള ബന്ധം എന്താണ്? യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത്. നരേന്ദ്രമോദി ഗവൺമെൻറ് വന്നപ്പോൾ RSSൻ്റെ നേതൃത്വം നരേന്ദ്രമോദിയോട് പറഞ്ഞു, അവരുടെ ചർച്ചയിൽ പറഞ്ഞു, ഈ ഗവൺമെൻറ്റിന് നമ്മളുടെ എന്ന് പറഞ്ഞാൽ RSSൻ്റെ എല്ലാ പദ്ധതികളും നടപ്പാക്കുന്നതിന് ഉടനടി കഴിയില്ല എന്ന് നിങ്ങൾക്കറിയാം. അവർ ഓരോ അജണ്ടയും ഘട്ടം ഘട്ടമായിട്ടാണ് എടുത്തത് എന്നുള്ളത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ RSS നരേന്ദ്രമോദിയോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. RSS പറഞ്ഞത്, 2 മേഖലകളിൽ നമ്മുടെ ഗവൺമെൻറ് കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഞങ്ങളോട്, RSSനോട് ആലോചിച്ചുകൊണ്ട് RSSൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന നിലയിലായിരിക്കണം ഓരോ നടപടികളും. ഏതാണ് 2 മേഖലകൾ എന്നുള്ള ഒരു പ്രശ്നോത്തരിയാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. RSS നരേന്ദ്രമോദിയോട് RSSൻ്റെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട 2 മേഖലകൾ. മറ്റു മേഖലകളിൽ ഗവൺമെൻറ് ആകുമ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ താല്പര്യങ്ങൾ നോക്കണം, എന്നാലും പലതും ചെയ്യേണ്ടി വരും. ഒന്ന് വിദ്യാഭ്യാസം തന്നെയാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രണ്ടാമത്തെ നിങ്ങൾക്കൊന്ന് പറയാൻ ഒരവസരം തരിക, ഞങ്ങൾ ആർക്കെങ്കിലും കൈ ഉയർത്തിയിട്ട് പറയാം. ആരാ സംസ്കാരം എന്ന് പറഞ്ഞത്? പേരെന്താണ്? ബിജു. എന്ത് ചെയ്യുന്നു ബിജു? മാധ്യമപ്രവർത്തകനാണ്. നന്നായി. അപ്പം സൂക്ഷ്മമായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട് എന്നുകൂടി ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും, കാരണം RSSൻ്റെ പ്രൊജക്റ്റിൻ്റെ തന്നെ പേരെന്താണ്? കൾച്ചറൽ നാഷണലിസം, സാംസ്കാരിക ദേശീയത. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സംസ്കാരവുമായിട്ടൊരു ബന്ധവുമില്ല. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. സംസ്കാരമായിട്ട് ബന്ധമുണ്ട്, അത് വിഷലിപ്തമായ സംസ്കാരമാണ്. ഇത് അവിടെ ചർച്ച ചെയ്തുണ്ടായ തീരുമാനമാണ്. ഈ 2 മിനിസ്ട്രിയിലും, സാംസ്കാരിക മന്ത്രാലയത്തിലും വിദ്യാഭ്യാസ മന്ത്രാലയത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ മുഴുവൻ മോണിറ്റർ ചെയ്യാൻ, കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യമനുസരിച്ചാണോ നടക്കുന്നതെന്ന് പരിശോധിക്കാനുള്ള ക്രമീകരണമുണ്ട്. എല്ലാ വകുപ്പിലും ഉണ്ട് കേട്ടോ, RSSൻ്റെ പ്രതിനിധികളുണ്ട്. പക്ഷേ ഇവിടെ രണ്ടും ഇതിന് പ്രത്യേകിച്ച് പരിശീലനം നേടിയ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുകയാണ്. അവർക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ്. അന്ത്യവിശകലനത്തിൽ ഇപ്പോൾ റൈമണ്ട് വില്യംസിനെ പോലുള്ളവർ സംസ്കാരത്തിന് നൽകിയിട്ടുള്ള നിർവചനത്തിൽ മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രവർത്തനങ്ങളും വരും. കലയും, നമുക്ക് സംസ്കാരം എന്ന് കേട്ടാൽ പാട്ടും ചിത്രം വരയും നാടകവും സിനിമയുമാണ്. അല്ല, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരർത്ഥത്തിൽ സാംസ്കാരികോന്മുഖമാണ്, സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ എംബസികളിലും RSS നിർദ്ദേശിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ പോസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അത് യോഗയുടെ പ്രചാരണം എന്ന പേരിലാകാം. ICCR എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ്, വിദേശ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതാണ്. കുറച്ചു കാലം രാജ്യസഭാംഗമായിരുന്നപ്പോൾ അതിൻ്റെ കൗൺസിലിൽ ഞാനും അംഗമായിരുന്നിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അറിയാം. കലാകാരരെ തിരഞ്ഞെടുത്ത് വിദേശങ്ങളിലേക്ക് അയക്കുക, വിദേശ കലാകാര സംഘങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, സെമിനാറുകൾ നടത്തുക, ചിന്തകരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഹിക്കുക. സംസ്കാരം, യോഗ, ഇതിൻ്റെ എല്ലാം പേരിൽ എല്ലാ എംബസികളിലും ഇവരുടെ ആളുകൾ. അപ്പോൾ അങ്ങനെ സമഗ്രമായ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഇടപെടുന്ന പദ്ധതിയുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. 12:10 ഇയാൾ സമയമൊക്കെ നോക്കുന്നുണ്ടല്ലോ, ആശ്വാസം. എന്നിട്ട് നിങ്ങളിൽ പലരും മനസ്സിൽ വിചാരിച്ച കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനസ്സ് വായിക്കുന്ന ഒരു യന്ത്രം എൻ്റെ കൈവശമുണ്ട്, പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ദീനാനാഥ് ബാത്ര നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്. RSSന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് ദീനാനാഥ് ബാത്ര. അദ്ദേഹത്തിൻ്റെ ശിക്ഷാ ബച്ചാവോ അഭിയാൻ സമിതി, അതിൻ്റെ സംസ്കൃത വാക്കുകളാണ്. ശിക്ഷ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ബച്ചാവോ അഭിയാൻ സമിതി, വിദ്യാഭ്യാസത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമിതി. ഇത് RSSൻ്റെ ശിക്ഷാ സംസ്കൃത് ഉദ്ധാന്യാസ് എന്നതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്തുള്ള ഇവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങൾ എങ്ങനെ മാറ്റണം എന്നെല്ലാമുള്ള തരത്തിലുള്ള ഇടപെടലുകളുണ്ട് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ. അതിന് മുഖ്യമായി നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘത്തിൻ്റെ തലവൻ ഈ ദീനാനാഥ് ബാത്രയാണ്. അദ്ദേഹം 9 പുസ്തകങ്ങൾ എഴുതി സ്കൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി. അത് ഗുജറാത്തി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി 42,000 സ്കൂളുകളിലാണ് ഇവ പാഠപുസ്തകങ്ങളായിട്ട് പ്രിസ്ക്രൈബ് ചെയ്ത് പഠിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതിലെങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നു, എങ്ങനെ പാഠപുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ വർഗീയത കൊണ്ടുവരുന്നു, ഗണിതശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പോലും വർഗീയത കൊണ്ടുവരുന്നുണ്ട്. അതിന് ഉദാഹരണമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. ഇതിനകം തന്നെ ഗോൾവൾക്കറിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ജർമ്മനിയുടെ മാതൃക ഇവിടെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചെങ്കിലും വളരെ പ്രധാനപ്പെട്ട അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടിരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഗോൾവൾക്കറോട് ചോദിച്ചു, നിങ്ങളുടെ ഈ വിഭാഗീയ മതവർഗീയ കാഴ്ചപ്പാടിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രം, ആ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതി ഭരണാധികാരമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? ഇപ്പോഴല്ല, മോഡി വരുന്നതിന് മുമ്പ് തന്നെ ഗോൾവൾക്കർ മരിച്ചുപോയി. 70കളിൽ ആണെന്ന് ഗോൾവൾക്കർ മരിച്ചത്. അപ്പോൾ ഗോൾവൾക്കർ അതിന് പറഞ്ഞ മറുപടി നമ്മൾ മനസ്സിൽ പ്രത്യേകം കുറിച്ചിടേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഹിന്ദുത്വ രാഷ്ട്രം, വർഗീയെന്നും അദ്ദേഹം പറയല്ലോ, ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാൻ ഭരണാധികാരം വേണമെന്ന് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വിജയകരമായി പ്രവർത്തിക്കാൻ മറ്റൊരു മാർഗം ഞങ്ങൾക്കറിയാം. അത് മനുഷ്യരുടെ മനസ്സിലേക്ക് കടന്നുകൂടുക എന്നുള്ളതാണ്, കടന്നു ചെല്ലുക എന്നുള്ളതാണ്. കടന്നുകൂടുക എന്നുള്ളത് എൻ്റെ വാക്കായിപ്പോയി, കടന്നു ചെല്ലുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്രവർത്തനമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഇടപെടലിലൂടെ. ഈ ദേശീയ വിദ്യാഭ്യാസ നയം വരുന്നതിന് മുമ്പ് തന്നെ ആ പ്രവർത്തനം വിദ്യാഭാരതി പോലുള്ള ആദിവാസികളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പഠന പദ്ധതിയെല്ലാം തയ്യാറായിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയായിരുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്ര ഭരണകൂടത്തിൻ്റെയും സംസ്ഥാന ഭരണകൂടങ്ങളുടെയും സഹായത്തോടുകൂടി ആസൂത്രിതമായും വ്യാപകമായും നടപ്പാക്കുന്നു. അതിനാണ് 2020 ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അവർ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവർ ചെയ്തു പോന്നിരുന്ന ഒരു പ്രവർത്തനത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും കൂടി അധികാരങ്ങളും
ആധികാരികതയും ഉപയോഗിച്ചുകൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ് അവർ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ദീനാനാഥ് പാത്രയും മറ്റും തയ്യാറാക്കി കൊടുക്കുന്ന പാഠ്യപദ്ധതിയിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ തുറന്നു കാട്ടുന്നതിൽ വളരെ പണ്ഡിതോചിതമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരു ചിന്തകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൽ റാം പുനിയാനിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റാം പുനിയാനി അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിച്ച് ചേർത്തിട്ടുള്ള 2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അതിൻ്റെ ഏകദേശ ആശയം നമ്മുടെ സമൂഹത്തിൽ ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്താണ്? ഒന്ന്, ഈ സ്റ്റെം സെൽ ശാസ്ത്രം വിദേശത്തൊന്നും കണ്ടുപിടിച്ചതല്ല, ഇന്ത്യയിൽ അത് കണ്ടുപിടിക്കപ്പെട്ടിരുന്നു എന്നത് ഡോക്ടർ ബാലകൃഷ്ണ ഗൺപത് മതപുർക്കാർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് എന്താണ്? ഈ ഗവേഷണം നടത്താൻ അദ്ദേഹത്തിന് പ്രചോദനം കിട്ടിയത് മഹാഭാരതത്തിൻ്റെ സൂക്ഷ്മ പാരായണത്തിൽ നിന്നാണ്. കൗരവരുടെ സൃഷ്ടി. ഞാൻ അത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. രണ്ടാമത്, ഇവർ തയ്യാറാക്കിയിട്ടുള്ള പാഠപുസ്തകങ്ങളിലും പഠനത്തിൻ്റെ അനുബന്ധ വായനയ്ക്കുള്ള പുസ്തകങ്ങൾ രൂപത്തിലും ഇവർ ഇത്തരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബഷീറിൻ്റെ എടുപ്പുകാരാനുണ്ടായിരുന്നൊക്കെ പിന്നെ നോൺ ഡീറ്റെയിൽഡ് പഠനം എന്നാ പറയുക. അത്തരത്തിൽ ഇവർ പറയുന്ന ഒന്ന്, പുഷ്പവിമാനം തന്നെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്ക് യാത്രയ്ക്കിടയ്ക്ക് വിമാനത്തിൽ പോണ്ടി വരും. അപ്പോൾ വിമാനത്തിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കുന്നത് എത്ര ടൺ ഭാരമുള്ള ഒരു കുന്തമാണിത്. ഇതിങ്ങനെ ആകാശത്തൂടെ പറന്നു പോകുക എന്ന് പറഞ്ഞാൽ അല്ലേ, വിസ്മയകരമല്ലേ? എന്തിൻ്റെ ഫലമായിട്ടാണത്? അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരാണ്. തെർമോഡൈനാമിക്സ്, വായുവിൽ ഇത്ര ഭാരമുള്ള ഒരു യന്ത്രപക്ഷിക്ക് സുരക്ഷിതമായി പറന്നു പോകാൻ ആ ശാസ്ത്രം വികസിച്ചാലേ ഇങ്ങനെ ഒന്ന് നിർമ്മിക്കാൻ പറ്റൂ. സോക്രട്ടീസ് ജീവിച്ചിരുന്ന കാലത്ത് വിമാനം ഉണ്ടായിരുന്നില്ല. അന്ന് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടലും ഒക്കെ എത്രയോ ബുദ്ധിയുള്ളവരാണ് അല്ലേ? യേശുക്രിസ്തു പ്രവാചകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ശക്തി കൊണ്ടൊന്നും വിമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല. വേറെ കൂടുതൽ ആളുടെ കാര്യം ഞാൻ പറയുന്നില്ല. ക്രിസ്തുവിൻ്റെ കാര്യം പറയാൻ എനിക്കൊരു അവകാശം ഉണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വിമാനം കണ്ടുപിടിക്കണമെങ്കിൽ ഫിസിക്സിൽ വിമാനത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന ഏവിയേഷൻ ഫ്യൂവൽ, നമ്മുടെ കാറിലും സ്കൂട്ടറിലും ഓടിക്കുന്നത് വിമാനത്തിന് ഭക്ഷിക്കാൻ കൊടുത്താൽ വിമാനം മടങ്ങും. ഇതല്ല എൻ്റെ ഭക്ഷണം, എൻ്റെ യഥാർത്ഥ ഭക്ഷണം കൊണ്ടുപോവാ എന്ന് വിമാനം പറയും. എന്നാലേ വിമാനം പറന്ന് പോകുകയുള്ളൂ അല്ലേ? ഇതെല്ലാം പണ്ടുണ്ടായിരുന്നു. അതാണ് പുഷ്പക വിമാനം. പുഷ്പക വിമാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ച് തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് പുഷ്പക വിമാനം. ഇന്ത്യയിലെ സാഹിത്യകാരന്മാരുടെ ഭാവന എത്ര മഹത്താണ്. ഇപ്പം ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ മാജിക്കൽ റിയൽസ് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അത്ഭുതകരമാണെന്ന് പറയും. പക്ഷേ ഗബ്രിയേൽ ഗാർഷ്യ മാർക്വേസിൻ്റെ മാജിക്കൽ റിയലിസത്തെക്കാളും വലിയ മാജിക്കൽ റിയലിസം മഹാഭാരതത്തിലും രാമായണത്തിലും ഇലിയഡിലുമുണ്ട്, ഒഡീസിയിലുണ്ട്. ഇവിടെ മാത്രമല്ല, സാഹിത്യകാരന്മാർക്ക് ഭാവിയിൽ നടക്കാനിടയുള്ള കാര്യങ്ങളെ അവരുടെ കൽപ്പനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹിമാലയത്തിൻ്റെ മുകളിൽ കൂടി വിമാനത്തിൽ പോകുമ്പം വിസ്മയകരമായ ദൃശ്യമാണ് ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമാലയം. കാളിദാസൻ ഹിമാലയത്തെ വർണ്ണിച്ചിട്ടുണ്ട്. വിമാനത്തിൽ കയറി മുകളിൽ പോയിട്ടാണോ? താഴെ നിന്ന് മുകളിലോട്ട് നോക്കിയിട്ടുണ്ടാകും ഹിമാലയത്തിൻ്റെ. അവിടെ തന്നെ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പം
RSS ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ആണ് നമ്മൾ ഇവിടേക്കൊക്കെ വന്നത്. എങ്ങനെ ഭാവനാ സമ്പന്നരായ എഴുത്തുകാർ അവർ കണ്ട കാര്യങ്ങൾ അത് അന്ന് ഉണ്ടായിരുന്ന ശാസ്ത്രമാണെന്ന തരത്തിൽ അവതരിപ്പിക്കുന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരെയും ആവേശം കൊള്ളിക്കും. ഇത് പലതും അവതരിപ്പിക്കുന്ന എന്താണ്, ഇതിന് പ്രയോഗമുണ്ട്, തേജോമയ ഭാരത്, റേഡിയൻറ്റ് ഭാരത്, എന്താണ്, വെട്ടിത്തിളങ്ങുന്ന ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ സാങ്കല്പികമായ ഒരു ഭൂതകാലത്തെക്കുറിച്ച് പുതിയ തലമുറയെ പഠിപ്പിക്കുക എന്നുള്ളത് ഈ പദ്ധതിയുടെ ഭാഗമാണ്. അതൊരു വർഗീയ പദ്ധതിയുടെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ടിനി ഞാൻ പറഞ്ഞത് 3C പറഞ്ഞു: കമ്മ്യൂണലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ, സെൻട്രലൈസേഷൻ. ഇത് മൂന്ന് ഞാൻ സൂചിപ്പിച്ചു പോയി. പക്ഷെ നമ്മൾ പറയാത്തതും ഇതുപോലൊരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം സെൻട്രലിൽ ഒന്ന് സംസാരിക്കുമ്പോൾ പറയേണ്ടതുമായൊരു കാര്യം, മൊത്തത്തിൽ ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ അപകടകരമായ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വേറൊരു സിയാണ്, കാഷ്വലൈസേഷൻ ഓഫ് ദി ഫാക്കൽറ്റി. IIT-കളിൽ എത്ര സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു? IIT-കൾ പോലും ഗസ്റ്റ് ലെക്ചർ, പിന്നെ എമറൈറ്റസ് സ്കോളേഴ്സായിട്ട് ആൾ വരേണ്ടി വരും, വിസിറ്റിംഗ് പ്രൊഫസേഴ്സായിട്ട് വരേണ്ടി വരും. പക്ഷേ തസ്തികകൾ കേരളത്തെ പോലെയുള്ള ചില സംസ്ഥാനങ്ങളിലൊഴികെ, ഇവിടെ കാര്യവട്ടം സെൻട്രൽ ഒരുപാട് ടീച്ചിങ് വേക്കൻസി ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ്റിന് സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം ഉണ്ട്, അതിൻ്റേതായ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് 2006 ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും താൽക്കാലികമായി കിടന്ന ഒരു 400-ലധികം അധ്യാപക തസ്തികകൾ അനുവദിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തത്. VS അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്താണ് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മുൻഗണന കൊടുക്കുന്നു. പക്ഷെ നമ്മുടെ കോളേജുകളുടെ സ്ഥിതി എന്താ? അഫിലിയേറ്റഡ് കോളേജുകളുടെ സ്ഥിതി, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർമാർക്കേ പറയാൻ കഴിയുള്ളൂ. ഒരുപാട് വേക്കൻസികൾ, കാഷ്വലൈസേഷൻ. അപ്പം ഗൗരവമായി ഉന്നത വിദ്യാഭ്യാസ പഠന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ അധ്യാപകർക്ക് കഴിയില്ല. അപ്പം 4C വിദ്യാഭ്യാസ രംഗത്ത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ, അതുപോലെ തന്നെ കമ്മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ കമേഴ്സ്യലൈസേഷൻ, ഈ 3Cക്ക് പുറമെ കാഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഇനി 2 മേഖലകളുമായി ബന്ധപ്പെട്ട് ചുരുക്കി കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ അവതരണം അവസാനിപ്പിക്കാം. ഒന്ന്, ഇപ്പം കേരളത്തിലും നടപ്പാക്കുന്നല്ലോ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 4 വർഷ പിന്നെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സിനെ കുറിച്ചുള്ള ചർച്ച LDF ഗവൺമെൻറ് ഈ 2020 പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. പരീക്ഷണാടിസ്ഥാനത്തിൽ ചില സ്ഥലത്ത് നടപ്പാക്കാം എന്ന നിലപാടെടുത്തിട്ടുണ്ട്. അതാണ് ഒന്ന്. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന വിധത്തിലല്ല ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് പ്രപ്പോസൽ എന്താണ്? 4 വർഷത്തെ പഠന പദ്ധതിയിൽ വിദ്യാർത്ഥികൾക്ക് ഓരോ വർഷവും കടന്നു വരികയും ചെയ്യാം, വിട്ടിട്ട് പോവുകയും ചെയ്യാം. എൻട്രി ആൻഡ് എക്സിറ്റ് എവരി ഇയർ. അപ്പോൾ 4 വർഷ പദ്ധതിയിൽ ചേർന്ന് 1 വർഷം പൂർത്തിയാക്കി പോകുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും, അതുമായിട്ട് പോകാം. എന്നിട്ട് സങ്കല്പം എപ്പോൾ എൻട്രി വേണോ അപ്പോൾ നിങ്ങൾക്ക് തുടർ പഠനത്തിന് എൻട്രി കിട്ടും എന്നുള്ള സങ്കല്പത്തിലാണ് 1 വർഷം പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കേന്ദ്ര പദ്ധതി പ്രകാരം. 2 വർഷം പഠിച്ചിട്ട് പോകാം. 2 വർഷം പഠിച്ചിട്ട് പോകുമ്പോൾ എന്താ, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൊടുക്കും. 1 വർഷം പഠിച്ചിട്ട് പോകുമ്പോൾ മെറിറ്റ് സർട്ടിഫിക്കറ്റ്. 2 വർഷം പഠിച്ചിട്ട് പോകുമ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. 3 വർഷം പഠിച്ചിട്ട് പോകുമ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. 4 വർഷമാകുമ്പോൾ
4-year കോഴ്സ് ഓണേഴ്സ് അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സങ്കല്പമാണ്. ബാക്കി ഇതിൻ്റെ MPhil നിർത്തലാക്കുന്നത് പോലെ ഉള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിലേക്ക് പോകുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ത്യയിലെ ഭരണവർഗങ്ങൾക്ക് വേണ്ട ഒരു പദ്ധതിയാണിത്. വിവിധ തരങ്ങളിൽ തുച്ഛമായ ശമ്പളത്തിന് അത്യാവശ്യ തൊഴിൽ പരിചയം, തൊഴിൽ ചെയ്യാനുള്ള ശേഷിയുമായിട്ടുള്ള പലതരത്തിലുള്ള തൊഴിലന്വേഷണ കൂട്ടത്തെ ഇന്ത്യയിലെ ഭരണവർഗങ്ങൾക്ക് വേണം. അംബാനിക്കും അദാനിക്കും വേണം. അപ്പോൾ 1 വർഷം പഠിച്ച് സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പം ഇവിടെ ഗേറ്റ് കാവൽക്കാരനായിട്ട് മറ്റൊരു ജോലി ഓരോ ബാക്കി ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. അപ്പോൾ പലതരം ജോലികൾ തൊഴിൽ മാർക്കറ്റിൽ നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള വ്യത്യസ്ത നൈപുണ്യമുള്ള പരിശീലനം നൽകിക്കൊണ്ടുള്ള ആളുകളെ കമ്പോളത്തിലേക്ക് ലഭ്യമാക്കാൻ കൃത്യമായി സൂക്ഷ്മമായി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ 4-year കമ്പൈൻഡ് ഡിഗ്രി കോഴ്സ് എന്നുള്ള ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിലെ നിർദ്ദേശം. കേരളത്തിലെ ഗവൺമെൻറ് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. ഈ നിലയിലേ അല്ല, വ്യത്യസ്തമായ നിലയിൽ ഓരോ വർഷം കഴിയുമ്പോഴുള്ള എക്സിറ്റ് നമ്മൾ കണക്കിലെടുക്കുന്നേയില്ല, പരിഗണിക്കുന്നേയില്ല. അതിനുള്ള സാധ്യത അടച്ചുകൊണ്ടുള്ള 4-year കോഴ്സ് എന്ന നിലയിലാണ് ഇവിടെ നടപ്പാക്കുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം വിശദീകരിക്കപ്പെട്ടതാണ്. രണ്ടാമത് സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ, അതിനകത്ത് നമ്മളെ ഉത്കണ്ഠപ്പെടുത്തുന്ന പ്രവണതകളെല്ലാം ഉണ്ട്. പൊതുവിൽ വിദ്യാഭ്യാസ രംഗത്ത് സർവർക്കും പ്രാപ്യത എന്ന വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യവൽക്കരണം നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ അതോടൊപ്പം എക്സലൻസും നമ്മുടെ ലക്ഷ്യമാണ്. എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നൊരു സങ്കല്പമുണ്ട്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും പെട്ടെന്നത് മനസ്സിലാക്കാനുള്ള കഴിവ്, എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല എന്നതുപോലെ എന്തെങ്കിലും കഴിവുകളില്ലാത്ത ആരും ഉണ്ടാവില്ല. അതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം. ബോംബെയിൽ നിന്നുള്ള ഒരു സംഘം വന്ന് അവതരിപ്പിച്ചൊരു നാടകം, അല്ല ഇങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന നാടകത്തെക്കുറിച്ച് ചിലപ്പം പറയുന്നത് ദീർഘമായിട്ട് പോകാനല്ല, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട നാടകമാണ്. ആ നാടകത്തിൻ്റെ പേര് ചിരി അവസാനിപ്പിച്ച കുട്ടി, ദ ബോയ് ഹൂ സ്റ്റോപ്ഡ് ലാഫിങ് എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. വളരെ ചുരുക്കി പറയാം, കഥയിലേക്ക് കിടക്കുന്നില്ല. ഒരു കുട്ടി ചിരി അവസാനിപ്പിച്ചു. ആ കുട്ടിയുടെ വീട്ടിലാകെ ദുഃഖമാവും. പക്ഷെ അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് ചെസ്സ് കളിക്കുന്നതാണ് ഇഷ്ടം. അതൊഴികെ ബാക്കിയെല്ലാം കുട്ടി ചെയ്യാനാണ് സ്കൂൾ നിർബന്ധിക്കുന്നത്, വീട് നിർബന്ധിക്കുന്നത്. ഗുഗേഷിനെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ആരാ ഗുഗേഷ്? വേൾഡ് ചെസ് ചാമ്പ്യൻ. ഒരു ഗുഗേഷ് ആകേണ്ട കുട്ടിയാണത്. അപ്പൊ ചെസ്സിലുള്ള അമിതമായ അഭിനിവേശവും താല്പര്യവും കണ്ട് ആ വഴി ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, വളർത്തുകയാണ് വേണ്ടത്. അപ്പൊ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അഭിരുചികൾ എന്താണെന്ന് കണ്ടെത്തി ആ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്നെ താരതമ്യേന എല്ലാ വിഷയങ്ങളിലും സാമാന്യ ധാരണ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുമ്പോൾ ഉണ്ടാവണം. വേണ്ടത്ര ഉണ്ടായില്ലെന്ന് വരും. ഇവിടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഏറ്റവും പ്രമുഖ അധ്യാപകനായിരുന്ന പ്രൊഫസർ N. കൃഷ്ണപിള്ള സാറിൻ്റെ ഒരു അനുഭവം അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളത് പറയുന്നത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ പരീക്ഷ നടത്തി കുറേ കുട്ടികളെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വാദങ്ങളൊക്കെ ഇപ്പോൾ ശക്തമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ടല്ലോ. കൃഷ്ണപിള്ള സാറിനെ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നവർ എത്ര പേരെ അറിയുമെന്ന് എനിക്കറിയില്ല. മുതിർന്നവർക്കെല്ലാം അറിയാം. പ്രൊഫസർ ONV കുറുപ്പ് സാറിൻ്റെയൊക്കെ അധ്യാപകനാണ് പ്രൊഫസർ N. കൃഷ്ണപിള്ള. പ്രതിപാത്രം, ഭാഷണഭേദം പോലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള അതിപ്രഗത്ഭനായ നിരൂപകനും അധ്യാപകനുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിച്ചതാണ്. പുസ്തകക്കാട്ടിൽ എവിടെ ഉണ്ടാകും.
എല്ലാ വിഷയത്തിനും ഒന്ന് മിനിമം മാർക്ക് വാങ്ങണം ജയിക്കണമെങ്കിൽ. DPI കൊടുക്കുന്ന മോഡറേഷൻ ഓരോ വർഷത്തെയും വിജയശതമാനം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ്. അപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോഴും ഉണ്ടായിരുന്നു മോഡറേഷൻ എത്ര ശതമാനമാണ് കൊടുക്കുന്നത്, എത്ര വിഷയത്തിനാണ് കൊടുക്കുന്നത് എന്നെല്ലാം ഉണ്ട്. എൻ കൃഷ്ണപിള്ള സാർ എഴുതിയിട്ടുള്ളത് ഇത്രയാണ്. എൻ കൃഷ്ണപിള്ള സാർ പരീക്ഷ SLC പരീക്ഷ എഴുതുമ്പോൾ അദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ഒരിക്കലും ജയിക്കില്ല എന്ന ഭീതിയോടുകൂടിയാണ് ആ പരീക്ഷ എഴുതിയത്. റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ജയിച്ചു. പിന്നീടാണ് അദ്ദേഹം അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കിയത്, ആ വർഷം തലേവർഷം കണക്കിന് കൊടുത്ത മോഡറേഷനേക്കാൾ 1/2 മാർക്ക് കൂടുതൽ കൊടുത്തു. ആ 1/2 മാർക്ക് ആ വർഷം കൂടുതൽ കൊടുത്തത് കൊണ്ട് മാത്രമാണ് കൃഷ്ണപിള്ള സാർ SLC ജയിച്ചത്. ആ മോഡറേഷൻ ആ വർഷം കൊടുത്തിരുന്നില്ലെങ്കിൽ ഇങ്ങനൊരാളെക്കുറിച്ച് നമ്മളൊരു പക്ഷേ സംസാരിക്കില്ല. അധ്യാപകനായ കൃഷ്ണപിള്ള സാർ ഉണ്ടാകുമായിരുന്നില്ല. പഠിത്തം തന്നെ അവിടെ വെച്ച് മുടങ്ങിപ്പോകുമായിരുന്നു. അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 5ലും 8ലുമുള്ള പരീക്ഷയെക്കുറിച്ചാണ് ഇടയ്ക്ക് കുറേ ചർച്ചകൾ വന്നുകൊണ്ടാണ് ലേറ്റസ്റ്റ് അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച നടന്നിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളെ അടക്കം സഹകരിപ്പിച്ചുകൊണ്ടുള്ള ബദൽ നയങ്ങളാണ് നമ്മൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചത്. കേന്ദ്രം പിന്തുടരുന്ന വിദ്യാഭ്യാസ നയത്തെ പൊതുവിൽ വിമർശിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം തന്നെ സമയം ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നീണ്ടുപോയി പറഞ്ഞു വന്നിട്ട്. എന്താണ് ബദൽ എന്നുള്ള ചോദ്യം അത് വളരെ പ്രസക്തമാണ്. വിമർശനം നമ്മൾ നടത്തുമ്പോൾ നിങ്ങളുടെ ബദൽ എന്താണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിൽ ഈ 4 വർഷ പദ്ധതി എങ്ങനെയാണ് ഇവിടെ വ്യത്യസ്തമായി നടപ്പാക്കുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സിസ്റ്റം 2006-2011 ഗവൺമെൻറ് കേരളത്തിൽ നടപ്പാക്കി എല്ലാ സർവകലാശാലകളിലും ഘട്ടം ഘട്ടമായി. ഗവേഷണ രംഗത്തെ നിലവാരം ഉയർത്താൻ വേണ്ടി കേരളത്തിലെ 2006-2011 ഗവൺമെൻറ് ആരുടെ നേതൃത്വത്തിലുള്ള 2 പഠന സംഘങ്ങളെയാണ് നിയോഗിച്ചതെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കണം. സോഷ്യൽ സയൻസസ് ആ മേഖലയിലെ പഠന ഗവേഷണങ്ങൾ നിലവാരമുയർത്താൻ വേണ്ടി പ്രൊഫസർ റൊമില താപ്പറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഡോക്ടർ KN പണിക്കർ സാർ വൈസ് ചെയർമാനായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ റിപ്പോർട്ട് നൽകിയത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ ബലറാം നേതൃത്വം നൽകിയ കമ്മിറ്റിയാണ് ശാസ്ത്രമേഖലയിലെ പഠന ഗവേഷണങ്ങളുടെ നിലവാരം എങ്ങനെ ഉയർത്താൻ കഴിയും എന്നുള്ള പരിശോധന നടത്തിയത്. അപ്പം വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ലോപം നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായിട്ട് ശക്തമായ ഇടപെടലുകൾ നടത്തണം. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം റിവൈവലിസ്റ്റായിട്ടുള്ള ആശയങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസവും ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലാകെ വർഗീയത പരത്താൻ ശ്രമിക്കുന്ന ചിലർ വളരെ അപകടകരമായ ആശയങ്ങൾ ഇന്ത്യയുടെ പഴയകാലവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതൊന്നുമില്ലെന്നല്ല, അഭിമാനിക്കാൻ പറ്റുന്ന ഇത് മാത്രമല്ല. ഇപ്പോൾ ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറഞ്ഞിട്ട് വിമർശനാത്മകമായ ബോധനശാസ്ത്രം എന്ന് പറയുന്നത് ഒരു രൂപത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. തൈത്തരീയ ഉപനിഷത്തിലെ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. തൈത്തരീയ ഉപനിഷത്തിലെ ഒരാശയം അത് സംസ്കൃതത്തിലും പറയാം. ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്, സംസ്കൃതം എനിക്ക് അറിഞ്ഞുകൂടാ. യാനി അസ്മാകം സുചരിതാനി താനി ത്രയോപസ്യാനി നോ ഇതരാണി. തൈത്തരീയ ഉപനിഷത്തിലെ ഒരു ശ്ലോകമാണ്. ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ഇതിനെക്കുറിച്ചുള്ള പഠനമുണ്ട്. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. പഠനം പൂർത്തിയാക്കി ഗുരുകുല സമ്പ്രദായമാണല്ലോ. ഗുരുവിൻ്റെ അടുത്ത് പോയി പഠനമെല്ലാം കഴിഞ്ഞ് പഠനം അവസാനിപ്പിച്ച് പോകുന്ന ശിഷ്യന്മാരോട് ഗുരു പറയുകയാണ്, ഇവിടെ എൻ്റെ കൂടെ താമസിച്ച് ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഞാൻ പറഞ്ഞതൊന്നും ഇവിടുന്ന് കണ്ടും നിങ്ങൾ പഠിച്ചതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വിമർശന ദൃഷ്ടി ഉപയോഗിച്ചൊന്ന് വിശകലനം ചെയ്യണം.
അങ്ങനെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുമാത്രം നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ കൊണ്ടുപോവുക. വിമർശന ദൃഷ്ടി ഉപയോഗിച്ച് പരിശോധിച്ചപ്പോൾ ശരിയല്ല എന്നെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ച് പോവുക. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. അപ്പോൾ വിമർശനാത്മകമായ ബോധനശാസ്ത്രം ലോകത്തിൻ്റെ പല സോക്രട്ടീസ് ചോദ്യോത്തരങ്ങളിലൂടെയാണ് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ചത് എന്ന് ആരോപിക്കപ്പെട്ടത്. അപ്പം ഓരോ രാജ്യത്തിൻ്റെയും ചരിത്രത്തിൽ, പ്രാചീന ചരിത്രത്തിൽ തന്നെ മഹത്തായ കാര്യങ്ങളുമുണ്ട്, ഒട്ടും മഹത്തല്ലാത്ത കാര്യങ്ങളുമുണ്ട്. തൊട്ടുകൂടായ്മ അല്ലേ, ചാതുർവർണ്ണ്യം. ആ ചാതുർവർണ്ണ്യത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാം കുറേ കാലം അച്ഛൻ നോക്കിക്കോളും, കുറേ കാലം ഭർത്താവ് നോക്കിക്കോളും, വയസ്സാകുമ്പോഴത്തേക്ക് മക്കൾ വളർന്നിട്ടുണ്ട്, അവർ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അവൾക്ക് സ്വാതന്ത്ര്യമില്ല, സ്വന്തമായി നിൽക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന വിജ്ഞാനവിരുദ്ധമായ, സാമൂഹ്യ വിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ ആശയം. സ്ത്രീ വിരുദ്ധം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യവിരുദ്ധമാണ്. ഈ മനുഷ്യവിരുദ്ധമായ ആശയങ്ങൾ പല മതങ്ങളുടെയും പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മതം പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, മതങ്ങളുടെ പേരിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനെയും വിമർശന വിധേയമാക്കാൻ കഴിയണമെങ്കിൽ വിമർശനാത്മകമായ മനസ്സുള്ള കുട്ടികളെ സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ ശ്ലോകം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറഞ്ഞില്ലല്ലോ എന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ചർച്ച ചെയ്തതിനകത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് വിദ്യാഭ്യാസ ലക്ഷ്യം. വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിഗണനയിൽ ആദ്യം വരുന്നത് നമുക്കിത് കഴിഞ്ഞൊരു ജോലി കിട്ടുമോ എന്നാണ്. ജോലി കിട്ടാൻ പറ്റിയതാണോ പഠിക്കുന്നത്? എന്നാൽ നമ്മുടെ ജീവിതം, ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി ജീവിതം അല്ലേ, ഭാവി ജീവിതം നമ്മുടെ പരിഗണനയിലുണ്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പക്ഷെ ഭാവി ജീവിതം നമ്മുടെ പരിഗണനയിലുള്ളപ്പോൾ തന്നെ നല്ലൊരു മനുഷ്യനാവണം വിദ്യാഭ്യാസത്തിലൂടെ, നല്ലൊരു സമൂഹത്തിൻ്റെ ഭാഗമാകണം നമ്മൾ. അപ്പോൾ നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതും നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്നതും അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്നതുമായ ഒരു സമൂഹം. ഈ മൂന്ന് ഘടകങ്ങളുമുണ്ട്. നല്ലൊരു സമൂഹത്തിൽ വേണമല്ലോ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലേ, തൃപ്തികരമായൊരു ജോലി, നമുക്ക് സംതൃപ്തി കിട്ടുന്ന ഒരു ജോലി, നമുക്ക് സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റണം നമ്മൾ ചെയ്യുന്ന ജോലി. ചില ടീച്ചേഴ്സ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണ്? കുട്ടികളെ പഠിപ്പിക്കലാണ്. കുട്ടികൾ പഠിച്ച് മിടുക്കികളും മിടുക്കന്മാരും ആകുമ്പം അതിലുള്ള ആനന്ദം, അവരെ ഉത്സാഹിപ്പിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ചിന്തയുടെ പുതിയ ലോകങ്ങളിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഏറ്റവും വലിയ ആഹ്ലാദം. മനുഷ്യൻ പറ്റിയാലും പിന്നെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് തോന്നും. ഓരോ ജോലിയും, ചെയ്യുന്ന ഏത് ജോലിയും ആഹ്ലാദത്തോട് ചെയ്യാൻ പറ്റണം. അപ്പം ഒരു പുതിയ വെളിച്ചവും തെളിച്ചവും നമുക്ക് ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്യുക എന്നുള്ളത് മാത്രം. ജോലി വേണം മനുഷ്യന് ജീവിക്കണമെങ്കിൽ, സമൂഹം നിലനിൽക്കണമെങ്കിൽ ജോലി ചെയ്യാൻ കുറേ പേര് വേണം, പലതരം ജോലികൾ ചെയ്യാൻ കഴിയണം. പക്ഷെ അതോടൊപ്പം നല്ല മനുഷ്യരായിരിക്കുക, നല്ല സമൂഹമാവുക. നല്ല സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ? അസമത്വങ്ങളില്ലാത്ത സമൂഹം. നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ നിങ്ങളെ അവഗണിക്കുന്നു, നിങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് തരുന്നില്ല, സീറ്റുണ്ട് എന്നാലും ഇല്ല ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങളൊന്നും ഇരിക്കാൻ അവകാശപ്പെട്ടവരല്ല, 22 അടി ദൂരെ നിൽക്കേണ്ടവരാണ്. അങ്ങനെയാണല്ലോ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ട്. അപ്പോൾ തുല്യത വേണം, സ്ത്രീയും പുരുഷനും തമ്മിൽ വേണം, മനുഷ്യനും മനുഷ്യനും തമ്മിൽ വേണം. അപ്പോൾ സമത്വപൂർണമായൊരു സമൂഹത്തിലേക്ക് എത്തുക എന്നുള്ളതും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെടുന്നു. അപ്പോൾ വ്യക്തിപരമായും വിദ്യാഭ്യാസത്തിന് നമ്മളിൽ ഓരോരുത്തരും പ്രവർത്തിക്കാൻ പറ്റണം, നമ്മളെ മാറ്റി തീർക്കാൻ പറ്റണം, സമൂഹത്തെയും മാറ്റാൻ കഴിയണം. ഈ ലക്ഷ്യങ്ങളിലേക്ക് നീങ്ങുന്നത് വല്ലതുമാണോ ഈ 2020 വിദ്യാഭ്യാസ പദ്ധതിയിലുള്ളത്? അതല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് നീണ്ടുപോയെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഇത്തരത്തിൽ അവസരം തന്ന സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.